എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നരച്ച മുടിയെ കറുപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് കേട്ടോ. നരച്ച മുടി എന്ന് പറയുന്നത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഉറപ്പായിട്ടും. നമുക്കിടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മളിന്ന് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേയും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേയുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ പുറത്തോട്ടൊക്കെ പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്തായിരിക്കും അങ്ങുങ്ങാട്ട് നരച്ച മുടികൾ നമ്മൾ കാണാറുള്ളത്. കാരണം അതിനെ നമുക്ക് പുഴുത് കളയാതെ അല്ലെങ്കിൽ കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാണ്ട് നമുക്ക് അതിനെ കറുപ്പിച്ചെടുക്കാൻ പറ്റും. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അന്നേരം ഇതുപോലൊന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തിന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന രീതിയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലപോലെ റിസൾട്ട് കിട്ടും. അതായത് നമുക്ക് ഒരുപാട് പൈസ ഒന്നും മുടക്കണ്ട. നമുക്ക് വിശ്വസിച്ച് യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അന്നേരം നമ്മൾ ഒറ്റ മുടി നരയ്ക്കുമ്പോഴേ കെമിക്കൽ ഡൈയെ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, കാരണം മിക്ക ആൾക്കാരും ഞാൻ പലരോടും സംസാരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, അയ്യോ കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അലർജി അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ 2 മാതള നാരങ്ങയാണ്. അതിൻ്റെ തോലാണ് നമുക്ക് വേണ്ടത്. അന്നേരം അതിൻ്റെ ആ ഒരു തോലൊക്കെ മുറിക്കുന്ന സമയത്ത് നമ്മുടെ കൈയെല്ലാം കറുത്ത് അതിൻ്റെ ആ ഒരു കറ കാരണം കറക്കും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി ഒന്നുകിൽ അത് നമ്മുടെ കയ്യിൽ വെള്ളം നനവ് വേണം, അല്ലെങ്കിൽ എണ്ണയെങ്ങനെ കയ്യിലൊന്ന് തേച്ചതിന് ശേഷം മാത്രം മാതള നാരങ്ങ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കറയൊന്നും നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിക്കില്ല. കാരണം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് മാതള നാരങ്ങ. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ. അത്രയേറെ ഗുണങ്ങളുള്ള കാര്യമാണ് അതിൻ്റെ തോലും. ആ തോലൊക്കെ നമ്മൾ മിക്ക ആൾക്കാരും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് വേസ്റ്റായിട്ട് എടുത്ത് കളയാറാണ് പതിവുള്ളത്. നമ്മൾ അതിൻ്റെ തോലൊന്നും കളയുന്നില്ല. അതിൻ്റെ തോലാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതിൻ്റെ തോല് നമുക്ക് ഇതുപോലെ ഒരു ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതാണ് കുറച്ചും കൂടെ ഗുണകരമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എൻ്റെ കയ്യിൽ ഇല്ല. അതിന് പകരം ഞാൻ സാധാരണ നമ്മുടെ ചീനിച്ചട്ടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 2 പനിക്കൂർക്ക, ലേശം തുളസി ഇലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് അത്ര മാത്രം. അതൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇവിടെ ഞാനൊരു 3 ബദാമാണ് എടുത്തിരിക്കുന്നത്. 3 or 4 ബദാം നമുക്ക് എടുക്കാം. അതിനെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ചതച്ചിട്ട് അതിനൊന്ന് പൊടിച്ചെടുത്താലും മതി. ചതച്ചെടുക്കുക എന്ന് പറയില്ലേ, അതാണ്ട് ഈ ഒരു പരുവത്തിൽ ഞാനിപ്പോൾ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെയൊക്കെ വീട്ടിൽ കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ എടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കോട്ടൺ തുണി ഉണ്ടല്ലോ അതായാലും മതി. ഇപ്പോൾ ഞാൻ ലേശം കോട്ടൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതുപോലെ അരിഞ്ഞു വെച്ചതായിട്ടുള്ള ബദാം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ ഒരു തിരി രീതിയിൽ നമ്മൾ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് നമ്മൾ ഇതിനെ നല്ല രീതിയിൽ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതുപോലെ തിരി കത്തിക്കുന്ന ചെറുതായിട്ടുള്ള വിളക്കുകൾ കാണുമല്ലോ, അന്നേരം അതിലേക്ക് നമ്മൾ ലേശം എണ്ണ, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതാണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കോട്ടനും നമ്മുടെ ബദാമും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു തിരി ഇതിലേക്കൊന്ന് മുക്കി ഇറക്കിയിട്ട് അതിനെ നമുക്കൊന്ന് കത്തിച്ചെടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം കുറച്ചേറെ ഉണ്ടാക്കണമെങ്കിൽ ബദാമിൻ്റെ അളവും തിരിയുടെ അളവൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. അതുകൊണ്ടാണ് അത് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് ഇത് ഇറക്കി വെച്ചിട്ട് അപ്പുറത്ത് 2 ഗ്ലാസും വെച്ചിട്ട് നമ്മളിത് കത്തിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ കരിയാണ് നമുക്ക് വേണ്ടത്. ബദാമും വെച്ചിട്ട് നമ്മൾ കൺവെഷിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അന്നേരം അത് വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഡൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. ആ തിരി ഒന്ന് നല്ലപോലെ കത്തി ആ കരി ആ സ്റ്റീൽ പാത്രത്തിൽ വരണം. അത് നല്ലപോലെ കത്തി അത് അണയുന്ന വരെയും കുറേ സമയം എടുക്കുന്നൊരു കാര്യമാണ്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാതളവും വെള്ളവും പനിക്കൂർക്കയും തുളസിയും കൂടെ തിളപ്പിക്കാൻ വെച്ചത് കണ്ട് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ വറ്റി അത്യാവശ്യം നല്ല കറുപ്പ് തിക്കായിട്ടുള്ളൊരു ലിക്വിഡായിട്ടുണ്ട്. ഇനി ഇതിനെ തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം. ഒട്ടും തന്നെ ആ ഒരു തരിയോ അങ്ങനത്തുള്ള ആ ഒരു അതിൻ്റെ തോടിൻ്റെ ഇതൊന്നും വരാത്ത രീതിയിൽ നമുക്ക് അരിച്ചെടുക്കാം. ഒന്നുകിൽ ഈ ഒരു അരിപ്പ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നമുക്ക് തുണി ഉപയോഗിച്ചിട്ട് അതിന് മാക്സിമം അതിൽ നിന്ന് എത്രത്തോളം നമുക്ക് അതിൻ്റെ ആ ഒരു നീര് കിട്ടും അത്രത്തോളം നമുക്കിതുപോലെ പ്രസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അന്നേരം നമുക്ക് ഇത്രത്തോളം ആ ഒരു മാതള നാരങ്ങയുടെ വെള്ളത്തിൽ നിന്ന് നമുക്ക് ആ ഒരു ജ്യൂസായിട്ട് അല്ലെങ്കിൽ ഒരു കട്ടിയായിട്ടൊരു ലിക്വിഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ഇനി ഇതിനെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഈ ഒരു ലിക്വിഡിൽ നിന്ന്. ഞാനിവിടെ തുരുമ്പിച്ചായിട്ടുള്ള ഇരുമ്പിൻ്റെ ഒരു ദോശത്തവയാണ് എടുത്തിരിക്കുന്നത്. ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല തുരുമ്പായിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീലാമ്പരിയാണ്. അതിൽ നമ്മൾ 2 സ്പൂണോ 3 സ്പൂണോ ചേർത്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അത് നെല്ലിക്കപ്പൊടി കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല എഫക്റ്റീവായിട്ടൊരു റിസൾട്ട് കിട്ടും. അതിൽ കട്ടയൊന്നും കെട്ടാണ്ട് അതിൻ്റെ എക്സ്പയർ ഒന്നും കഴിയാത്ത പൊടി വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനും വേണ്ടി. അതിൻ്റെ കട്ടയൊക്കെ നമ്മളൊന്ന് മാറ്റി നല്ല പൗഡർ രീതിയിൽ വേണം നമ്മൾ ആ സ്പൂണും കൊണ്ട് ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാതള നാരങ്ങയുടെ ലിക്വിഡ് ഉണ്ടല്ലോ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇവ രണ്ടും കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും മിക്സ് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് നമ്മുടെ തലയിൽ ഇരിക്കണം, അല്ലാണ്ട് ഒഴുകിപ്പോകുന്ന രീതിയിലോട്ട് നമ്മൾ മിക്സ് ചെയ്യരുത്. അത് നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ഡൈയെ നമുക്കൊരു 4-5 മണിക്കൂറിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഒരു രാത്രി മുഴുവനും ഇരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അതങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അത് ഇതിനിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുക്കുന്നുള്ളൂ. അത് ഇതിനിങ്ങനെ മിക്സ് ചെയ്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ആ തിരിയൊക്കെ അണഞ്ഞിട്ടുണ്ട്. നല്ല അത്യാവശ്യം നമുക്ക് കരിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഇതിപ്പോൾ നമ്മൾ കുറേയേറെ തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ 3-4 പാത്രത്തിലായിട്ട് ഇങ്ങനെ തിരി കത്തിച്ച് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തിനുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈ നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റും. അതിൽ നമുക്ക് ഇതിനെ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ആ ഒരു കരി മൊത്തത്തിൽ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത്രത്തോളം നമുക്ക് കരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന കരിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് കേട്ടോ. അത് ഒരെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-2 നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് കരി കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ള അത്ര മാത്രം മതി. നമുക്ക് ഒരുപാട് നരയുള്ളവരാണെങ്കിൽ കുറേയേറെ കരി വേണ്ടി വരും. അങ്ങങ്ങാട്ട് നരയുള്ളവർക്കാണെങ്കിൽ ഇത്രയും മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അലോവേറയുടെ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ജെല്ല് നണ്ടിൻ്റെ ഇരിക്കുന്ന ഒരു കുഞ്ഞു സ്പൂണാണ്. അതിൻ്റെ ഒരു സ്പൂൺ അനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്ത സമയത്ത് കരിയും ഈ ഒരു ജെല്ലും കൂടെ നല്ലപോലെ മിക്സ് ആവണം. അത് നമ്മൾ എത്ര കൃത്യമായിട്ട് നമുക്കൊരു അളവ് പറയാൻ പറ്റില്ല. നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചാണ്. നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കതിന് മനസ്സിലാവും. ജെല്ല് കൂടാണ്ട് ജെല്ലിനും കരിക്കും സമമായിട്ടുള്ള രീതിയിൽ വേണം നമ്മളിതെടുത്ത് മിക്സ് ചെയ്യാനും വേണ്ടി. ആൻഡ് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനും വേണ്ടി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ തരിയോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ വരില്ല. ഇതിപ്പോൾ നമ്മൾ അലോവേറ ജെല്ലും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും ഈ ഒരു കരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഇതിലേക്ക് ലേശം ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞു സ്പൂണിന് ആ ഒരു സ്പൂണിന് അളവിന് മാത്രം ഗ്ലിസറിൻ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ തലമുടി തേക്കുമ്പോൾ അത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കത് ഇരിക്കുകയും ചെയ്യും. അതിങ്ങനെ പടരത്തുമില്ല. അങ്ങനെ ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട് ഗ്ലിസറിൻ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഗ്ലിസറിനും കൂടെ ചേർത്തിട്ട് ഇവയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഹെയർ ഡൈയെ നമുക്ക് ഇതിൽ കുഞ്ഞ് ഡപ്പയിലൊക്കെ ആക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ലാണ് എടുക്കുന്നതെങ്കിൽ അതിനെ ഫ്രിഡ്ജ് സൂക്ഷിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇത് അപ്പോൾ അങ്ങനത്തെ ഉള്ളതല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പുറത്ത് വെച്ചാലും യാതൊരു വിധമായിട്ടുള്ള കുഴപ്പമില്ല. അല്ല ഇതിനെ നമ്മൾ കയ്യിലോട്ട് തേച്ചിട്ട് നിങ്ങളെ കാണിക്കാം. കാരണം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തഴച്ചാലോ അതിങ്ങനെ പടരത്ത് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കുറച്ച് നേരം ഒന്ന് മെനക്കെട്ടാൽ മതി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനും വേണ്ടി. കുറേ നാളത്തിന് നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിലേക്ക് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ അത് പടരുന്നില്ല. ഇത് കുറേ നേരത്തേന് ഇങ്ങനെ തന്നെ നല്ല ഡാർക്കായിട്ടുള്ള കറുപ്പായിട്ട് നമ്മുടെ തലമുടിയിൽ നിൽക്കുകയും ചെയ്യും. ഇനി ഇതിനെ നമ്മൾ തലമുടിയിൽ തേച്ച് കാണിക്കാം. ഇതിപ്പം മുടിയുടെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കുറച്ച് നര. അന്നേരം ഇപ്പം നമ്മളെവിടെയെങ്കിലും പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തലമുടി നരച്ച് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ മുടിയുടെ മുകളിലായിട്ട് ഇതിങ്ങനെ ഇപ്പം ഒന്നെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ടോ കൈ ഉപയോഗിച്ചിട്ടോ ഒക്കെ തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ചിട്ടാണ് വിരലിൽ ലേശം എടുത്തതിന് ശേഷം എവിടെയാണോ നരച്ചിരിക്കുന്നതായിട്ടുള്ള സ്ഥലത്ത് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അന്നേരം എവിടേക്കാണോ മുടി നരച്ചിട്ടുള്ള ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ
ഒന്ന് തൂത്ത് കൊടുത്തേച്ചാൽ മാത്രം മതി. തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് തലമുടി ചെയ്യുന്ന ചീപ്പ് വെച്ചിട്ട് ഒന്ന് ചീപ്പ് ഒതുക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം അത് ഫലവത്തായിട്ടുണ്ടെന്നുള്ളത്. നമ്മുടെ കയ്യിലൊന്നും അതൊന്നും ഒട്ടിപ്പിടിക്കത്തുമില്ല, അതങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. അന്നേരം തൻ്റെ ഈ മുടി ചീവിപ്പം തന്നെ മനസ്സിലായാലേ അതിനകത്ത് നരച്ച മുടി കാണാനില്ല, നല്ലതായിട്ട് നല്ല ഡാർക്കായിട്ടുള്ള കറുപ്പായിട്ട് ഇരിപ്പുണ്ട്. നമ്മളിപ്പോൾ എത്ര ഡൈ ചെയ്യുമെന്ന് പറഞ്ഞാലും അതിന് സൈഡ് എഫക്റ്റും ഉണ്ടായിരിക്കും, അതിൻ്റെ ആ ഒരു റിസൾട്ട് ഒരുപാട് ദിവസത്തിന് നിൽക്കുകയുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ല, നാച്ചുറലായിട്ടുള്ള കറുപ്പ് നമ്മുടെ മുടിക്ക് ഉണ്ടാകുകയും ചെയ്യും. മുടി നരയ്ക്കുന്ന അവസ്ഥയ്ക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ നെറ്റി ഭാഗങ്ങളിലും മുടിയില്ലാത്ത അവർ കാണില്ലേ, അന്നേരം അങ്ങനത്തെ ഉള്ളവർക്കും ഇത് ശരിക്കും ഉപകാരമാണ്. ഇതുപോലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ ലേശം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. നല്ലപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അന്നേരം ഡാർക്കായിട്ട് കുറച്ചൊരു ഡാർക്ക് നമുക്ക് വരികയും ചെയ്യും. അവിടെ ആ ഒരു നെറ്റി കീറിയ ഒരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. നെറ്റി നമ്മൾ തേച്ചിടവും തേക്കാത്തിടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടില്ലേ, അന്നേരം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഉപകാരപ്രദമാകും. നമ്മുടെ ഹെയർ ഡേ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, മാതള നാരങ്ങയുടെ തോല് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള. അന്നേരം അതിലെ കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ തേയില വെള്ളം, അതുമല്ലെങ്കിൽ ഒരു മുട്ടയോ അല്ലെങ്കിൽ നമ്മുടെ തൈരോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ലേശം തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അന്നേരം ഈ ഒരു ഡൈ നമ്മൾ തലയിൽ തേച്ചതിന് ശേഷം 1 മണിക്കൂർ നേരം വരെയെങ്കിലും തലയിൽ വെക്കുക. അതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. അന്നേരം തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇതൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നാച്ചുറലായിട്ട് കിളിർത്ത് വരുന്ന മുടിയും അതുപോലെ തന്നെ കറുത്ത് വരികയുള്ളൂ. അന്നേരം നിലവിലുള്ള നരച്ച മുടിയും കറക്കാൻ സാധിക്കത്തുള്ളൂ. യാതൊരു വിധമായ സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.